Yo, what's up guys? ഇന്ന് മുത്തേ as I said നമ്മളെ മേനെ പ്യാർ കിയ മൂവിന്റെ ഫുൾ ക്രൂ ഇന്നോട് ഇന്റർവ്യൂക്ക് വരുന്നത്. അപ്പോൾ ഒരു മൂവി നൈറ്റാണ്, മൂവി പ്രൊമോഷൻ നൈറ്റാണ്. പിന്നെ കുറെ കാര്യങ്ങളുണ്ട്, നീലക്കോയിലും അത് ഇതെല്ലാം ചർച്ചകളുണ്ട്. നമുക്ക് സമയം പോലെ നമുക്ക് സംസാരിക്കാം. എനിവേസ് ഇന്ന് മൂവി നൈറ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി സ്ട്രീം. ഇന്ന് മൂവി നൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഷാജഹാനും നീലക്കോയിൽ ഇങ്ങനത്തെ കോളനി കേസിൽ നമുക്ക് ഇന്ന് തൽക്കാലം സൈഡിലേക്ക് ആക്കാം. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എനിവേസ് ഗൈസ്, മേനെ പ്യാർ കിയ മൂവി ക്രൂ നമുക്ക് വെൽക്കം ചെയ്യാൻ. വിളി എടാ, അവർ കുറെ സമയം പുറത്ത് നിൽക്കുന്നത്. അതിൽ ആരോ ഒരാള് എന്തോ ഇതായിന്നെല്ലാം പറഞ്ഞത് അല്ല ടീം നിൽക്കുന്നത്. ഓക്കെ ഗൈസ് എല്ലാം അപ്പാർട്ട്, ഇന്ന് നമ്മളെ മേനെ പ്യാർ കിയ മൂവിന്റെ ക്രൂ ആണ് വരുന്നത്. ഹായ് ഗൈസ്, എന്തല്ല ഇതാണ് നായകൻ, ഇതാണ് പടത്തിലെ നായകൻ. പിന്നെ ഇവനറിയാലോ ചാൻ, ഇവനല്ല, എന്റെ പേരെന്താ ഷിഫാസ. ഇതെന്താ ഷിഫാസ റിസ്വാനല്ലേ ഇവിടെ. നമ്മള് പ്രീതി മുഖം തരും. അർജുൻ ശ്രീകാന്ത് ഒട്ടിയാരും ഇല്ലേ, പുള്ളി വന്നില്ലേ ഗൈസ്. ഇവനറിയില്ല എടാ, പേര് പറ. ഇവ സിനിമയിലല്ലോ, ഇതെന്താ ഇങ്ങനെ? പടം കണ്ടിട്ടുള്ളവരൊന്നും അഭിപ്രായം പറഞ്ഞ, ഓക്കെ. ഞാൻ എന്റെ ഓണസ്റ്റ് റിവ്യൂ പറയട്ടെ. ഓണസ്റ്റ് റിവ്യൂ ഞാൻ പറഞ്ഞ പടത്തില് കോമഡി ഉണ്ട്. അർജു, കുട്ടി, പിന്നെ അഷ്കറിൽ വന്നില്ലേ? വന്നില്ല, ഓൺ ദ വേയോ? അപ്പൊ ഇതിന്റെ ഇടയിൽ കയറി വരും. അപ്പൊ എനിക്ക് ഇതാകെ അരമണിക്കൂറേ ഉണ്ടോ, അതിന്റെ അപ്പേക്കും വന്നില്ലെങ്കിൽ പിന്നെ ഇത് തീരും. ഇതൊന്ന് ചോദിച്ചേ, ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എടാ, അഷ്കർ അലി ഉണ്ട് പടത്തിൽ. അതായത് നമ്മൾ ആസിഫ് അലിന്റെ അനിയനല്ലേ, ആസിഫ് അലിന്റെ അനിയനുണ്ട് പടത്തിൽ. ഗുഡ് മൂവി ഓക്കെ. ഞാൻ പറയാം സൂപ്പർ മൂവി. എൽ മൂവി, ചില ആളെ എൽ മൂവി അറിയുന്നുണ്ട്. അത് നോക്കട്ടെ, ഇവിടെ എല്ലാത്തിനും എല്ല് വരും, അത് നോക്കട്ടെ. ഇത്ര നല്ല സാധനത്തിന് ഇടയ്ക്ക് ഒരു എല്ല് വരും. ഹോസ്പിറ്റലാ. ഞാൻ പറഞ്ഞു അഷ്കർ അലി, അർജു, കുട്ടിയെല്ലാം കൊണ്ട് കോമഡി നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയി. പിന്നെ അത്ര ഞാൻ ഓണസ്റ്റ് പേരല്ല, അത്ര ഭയങ്കര പടം തന്നെ ഞാൻ പറയില്ല. പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു ചിരിക്കാനുണ്ട്, മാസമുണ്ട്. അല്ല, ഒരു അടിപൊളി നല്ലൊരു പടം, കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് പിന്നെ ഫുള്ള് തമിഴ് പടം പോലെ അല്ല. ലാസ്റ്റ് അരമണിക്കൂറല്ല, ഒരു മണിക്കൂറോളം ഇന്റർവെല്ലിന് ശേഷം പിന്നെ ഫുള്ള് ഒരു തമിഴ് പടം. അതായത് മലയാളം ഒറ്റ ഡയലോഗ് ഇല്ല അല്ല, ഫുള്ള് തമിഴ് അടിപൊളിയല്ലേ. 2 കൊല്ലം മുമ്പ് പിന്നെ ആട് 3 ചിലപ്പോ എനിക്കൊരു എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്ന് പറഞ്ഞു. സൈഡ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് വിജയ് ബാബു സാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും മനുഷ്യ കൺസിഡർ ചെയ്യാം. എന്തായാലും ഒരു ഇത് നോക്കാം. ഇപ്പം പാസ്റ്റിന്റെ എന്തോന്ന് ഫ്യൂച്ചറാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കട്ടെ, ഒരു സാധനം മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോ കിട്ടിയാ കിട്ടി, പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എന്താ നിങ്ങളാ അടിപൊളിയായിട്ട് ചെയ്തോട്ടാ. നിങ്ങൾ ആദ്യമായിട്ടാന്ന് പറയലട്ടാ. എന്തേലും ഇതിലെ പേര് റാംബോ തരല്ലേ പറയണ്ടേ. നിങ്ങളൊന്ന് സംസാരിക്കാത്ത നിങ്ങളെ മൂവിന്റെ കാര്യങ്ങളിൽ നിങ്ങളെന്താ മൊത്തത്തില് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാ ക്യാമിയോ ലാസ്റ്റ് വരെ ഇല്ലാണ്ട് ലാസ്റ്റ് പെട്ടെന്ന് തിയേറ്റർ മൊത്തം കയ്യടി ഇതുമായി പോയി. പെപ്പേന്റെ ഒരു ക്യാമിയോ ഉണ്ട്, മുത്തേ സീന ഒരു ഫുൾ ശരിയായ BGM ഇട്ടൊരു വരവുണ്ട്. പെപ്പ നമ്മളെ ആന്റണി പെപ്പേന്റെ ഒരു ശരിയായ ക്യാമിയോ റോളുണ്ട്. അത് ഡബിൾ ചെയ്തു. മുറയിലെ പയ്യൻ സംസാരിക്കാനാ പറയുന്നത്. മുറ എന്നിട്ട് സ്പാം ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ മുറയെ പറ്റിയല്ല. എന്താ പറയാ, ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ നിൽക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഡബ്ല്യു ആക്ട് എന്ന് പറയുന്നത്. സ്പോയിലർ അല്ല എടാ, സ്പോയിലർ ലീക്ക് അല്ല, അത് പോസ്റ്റർ ഇറങ്ങിയില്ലേ എടാ. പോസ്റ്റർ ഉണ്ടോ മൂവിന്റെ പോസ്റ്ററിൽ പെപ്പേന്റെ മുഖമുണ്ട്. പിന്നെ എങ്ങനെ അത് സ്പോയിലർ ആവും? സ്പോയിലർ അല്ല ചാറ്റ് എടാ. അത് എന്നോട് എടുത്ത് പറയാൻ പറഞ്ഞ കാര്യം, ഇതിന്റെ പ്രൊഡ്യൂസർ എടുത്ത് പറയാൻ പറഞ്ഞ കാര്യമാണ് അത്. പെപ്പേന്റെ എങ്ങനെ സ്പോയിലർ ആവും? സ്പോയിലർ അല്ല. പോസ്റ്റർ പെപ്പെ മേനെ പ്യാർ കിയ. മോനെ സ്പോയിലർ സ്പാം ചെയ്യില്ല. വിട്ടുപിടി. കുട്ടി സംസാരിക്കാൻ ടെൻഷൻ ഉള്ള പോലെതാ. ആണോ? അല്ല ഇവിടെ ഒരു മെയിൻ സാധനമുണ്ട്. ഒരാൾ ഇരിക്കുന്നുണ്ട്. മുത്തേ പട്ടത്തിലെ ടെററിന് അങ്ങേ അറ്റാന്ന് ഈ ചങ്ങായി
ആട് 3 സ്പോയിലറോ? ആട് 3 സ്പോയിലർ അതിലെന്താ സ്പോയിലർ? അതിലല്ല എങ്ങനെ പറയാൻ പോയേ റോള് പോയി ആകെ കിട്ടിയ റോളാ സിനിമാക്കാരെ കണ്ട സ്ഥിതിക്ക് സിനിമാ വിശേഷം പങ്കുവെക്കാന്ന് വിചാരിച്ചതാ. എടാ അന്ന് ഇതേപോലെ വിജയബാബു സാറിന്റെ വേറൊരു സാധനം എനിക്ക് ക്യാൻസൽ ആയത്. ഇതും കൂടി ക്യാൻസൽ ആവര്. കോളേജിൽ നിങ്ങള് പോയാ? എപ്പോ പോയി? ആ ദിവസം നിങ്ങള് പോയിരുന്ന? ഇതില് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ മൂവിക്കല്ലേ അല്ലെ? അങ്ങനല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ എന്താ അഭിനയിച്ചല്ലേ സീനിയർ ആക്ടറല്ലേ? ഇവിടെ ഏറ്റവും സീനിയർ ആക്ടർ കുട്ടിയല്ലേ? ആണോ? അല്ലേ? ആണ് ഫാസ്റ്റ് ഫാസ്റ്റിലും കൂടെ അഭിനയിച്ച 1 വർഷം മുന്നേ അല്ലേ? ഭയങ്കര ഭയങ്കര രസമാണ്. കാര്യങ്ങളൊക്കെ പഠിക്കാനും ആണ് നമ്മുടെ മുത്തന്നെ. കാര്യം പറ, ഡീറ്റെയിൽ ആയിട്ട് പറ. ഉള്ളതായിട്ട് ഉള്ളതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽപക്കത്തുള്ളതിന് പനിയാണ്. അല്ല മീൻസ് അതുപോലെയാണ് നമുക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കും. അങ്ങനെ എന്റെ റോള് ചെയ്യാനുള്ളവരും ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞോ? എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ? കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. എന്നെ പോലെ ഗെയിം കളിച്ച് നടന്നല്ലേ സിനിമയൊക്കെ? മേരെ പ്യാർ കിയ ടീം വാട്ട് അബൌട്ട് അനദർ റിലീസസ്? അനദർ റിലീസസ് എനിക്ക് മനസ്സിലായില്ല. അടുത്ത പടമായിരിക്കും. ആർക്കെങ്കിലും അടുത്ത പടത്തിലേക്ക് വന്നോ? ഇത് കണ്ടിട്ട് സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യട്ടെ. ഇൻട്രോഡ്യൂസ് ചെയ്യ, നായകൻ ഇൻട്രോഡ്യൂസ് ചെയ്യട്ടെ ആദ്യം. ഹൃദു ഹാറൂൺ എന്നാണ് എന്റെ പേര്. ഓക്കെ, അറിയാലോ? കുട്ടി അറിയാലോ? മിഥുട്ടി എന്നാണ് എന്റെ പേര്. ആവേശത്തിന് ചെറിയ വേഷം. കുട്ടി റാംബോ എന്ന് പറയപ്പെടും. റാംബോ മൂവിയിലെ പേര്. പിന്നെ ഇത് ഞാൻ മുസ്തഫ സർഗം. സർഗമോ? സർഗം. അതെ, മുസ്തഫ സർഗം. വെറൈറ്റി പേര്. അതായത് ഞങ്ങളുടെ ഒരു നാടക ടീമൊക്കെ ഉണ്ട്, അതിന്റെ ഒരു പേരാണ് സർഗം. അഖിൽ ചന്ദ്രൻ എന്നാണ് പേര്. കണ്ണൂരാണ് കേട്ടോ. തലശ്ശേരി. മൂവിയിലെ ക്യാരക്ടർ നെയിം സദാചാരം. അടിക്കല്ലേ? എല്ലാ സീൻ കണ്ടപ്പോ അടിപൊളിയാണ്. അടുത്ത ആള് കൂട്ടത്തില് ഏറ്റവും ലുക്ക് അല്ല, ഏറ്റവും ലുക്ക് അല്ല, അല്ല ഇത് ലുക്കാണ്. അല്ല അത് രണ്ടാമത് അല്ല, നായകനെ സൈഡാക്കിട്ട് ലുക്ക് അത് ഞാൻ സമ്മതിച്ചു. അല്ല ലുക്ക് നമ്മളെ ടെറർ വില്ലനെ പോലെ ക്യാപ്പ് പോരാൻ പറ്റും ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്റെ മോനെ നിങ്ങളുടെ ടാറ്റു റിയലാ? കാണിക്കാൻ പറ്റുമോ? എനിവേസ് ഗൈസ് ആസ്ക് അബൌട്ട് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്. എവിടെയായിരുന്നു ഷൂട്ടിംഗ്? എവിടെയായിരുന്നു? ചങ്ങനാശ്ശേരി. അല്ല, ഞാൻ ഇത് ബൂസ്റ്റർ ചായ ഒക്കെ കണ്ടു സിനിമയില്, കൊച്ചിയിലുള്ള. ബിഗ് ഫാൻ ഓഫ് യു. താങ്ക് യു ബ്രോ. എന്തുകൊണ്ട് ഈ മൂവി കാണണം എന്ന് ചോദിക്കുന്നുണ്ട്. ഒരാൾ നല്ല കിടിലം പോലെ ഒരു പറഞ്ഞ സംസാരിക്കാൻ അറിയുന്ന ആളുകളെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ മൂവി കാണണം എന്ന് ചോദിക്കുന്നുണ്ട്. റൊമാൻസ് എല്ലാം കൂടെ ചേർന്ന് നമ്മൾ കുറെ പുതുമുഖങ്ങളുണ്ട് അഭിനയിച്ചിട്ട്. അപ്പൊ സപ്പോർട്ട് നല്ല പോലെ വേണം. അത് തന്നെ എല്ലാവരും പല രീതിയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അപ്പോ
നമ്മളെ ഇതിന് ഒരുപാട് ഓണത്തിന് ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളെ പടം എന്ന് പറഞ്ഞാൽ ചെറിയ പടമാണ്. കുറെ അബി ആണെങ്കിലും ഞാനാണെങ്കിലും നല്ലൊരു റോളിലേക്ക് വന്നൊരു മൂവിയാണ്. അപ്പം ഫൈസൽ എന്ന് പറഞ്ഞ ഡയറക്ടർ പുതിയ ഡയറക്ടറാണ്. മാക്സിമം നമുക്ക് സപ്പോർട്ട് വേണം. അല്ല, അതിലുള്ള കണ്ടന്റിനെ കുറിച്ച് ചോദിക്കുന്നത്, അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ മൂവി കാണണം? അതായത് കോളേജ് പിള്ളേർ അങ്ങനത്തെ പിള്ളേർക്ക് പറ്റിയൊരു പടമാണ് ഇത്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, മാസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇടിയുണ്ട്. അങ്ങനെ വലിയ ബിഗ് ബഡ്ജറ്റ് പടം അങ്ങനെ പറയില്ല. ഞാൻ കാര്യം പറയാം, അങ്ങനെ വലിയ പടം ഒന്നല്ല, ഒരു ചെറിയ പടം. അല്ല, ഒരു ചെറിയ പടം, പക്ഷെ ഒരു നല്ല അനക്കുണ്ടോ. ബാക്കി മുസ്തഫ പറയും. എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിക്കണ മക്കൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് പടം കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്യാം. അതെ. ഓ, അർജു വരണമായിരുന്നു പോലെ. അർജുവിന്റെ കുറെ കോമഡി സീനുണ്ട് കേട്ടോ. അതിൽ കാര്യം പറയാ. 29 എന്താ റിവീലായോ? 29 റിവീലായി. ഈ നിഖിൽ കെ അതിന് ശേഷം കണ്ടില്ല കേട്ടോ. നിഖിൽ കെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ 29 എന്താണെന്നൊന്ന് എത്രയും പെട്ടെന്ന് റിവീൽ ചെയ്യേണ്ടതാണ്. ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ് അങ്ങനെ പറഞ്ഞാ ശരിക്കും ഞാൻ നിങ്ങൾ അറിഞ്ഞത് വിചാരിച്ചു ബ്രോ. നിങ്ങൾ കാണണം കേട്ടോ അത്. ഓൾ ഇമാജിൻ ലൈറ്റ് ഷോർട്ട് ഫിലിം ആണോ? ഇല്ലല്ലോ, ഫീച്ചർ ഫിലിം. കഴിഞ്ഞ വർഷം ഇറങ്ങിയതാ. ആണോ? മലയാളം തന്നെ ക്യാൻസൽ അടിച്ച പടം അത്. കാൻ ഫിലിം ഫെസ്റ്റിവലേ അടിച്ച ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം. നിങ്ങൾ കാണുട്ടോ, ഭയങ്കര രസമുള്ള ഫിലിം. സമയം കിട്ടുമ്പോ. എന്നിട്ട് നമ്മളെന്താ പറഞ്ഞത്? എന്തിനീ മൂവി കാണണമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞോണ്ടത്. അതിന്റെ ഉത്തരം പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരം നായകൻ തന്നെ പറയും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. നമ്മൾ മാക്സിമം റിലേറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കിയ പടം. പിന്നെ കംപ്ലീറ്റ് പാക്കേജ് ആണ്. ആക്ഷൻ ലവ് എല്ലാം ഉണ്ട്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. I am asking to the person you act in the Mura movie, how do you see your up and down? Why did you choose this movie apart from this character? Which another character would you choose from this character? Oh my god, VSI. ഭയങ്കര ഡീപ്പ് ചോദ്യം. ഇതാണ് ചോദ്യം. നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതില്. ചാറ്റിനെ കൊണ്ടുള്ള ഒരു ഉപകാരം ഇതാണ്. അല്ലെ വേറെ നിങ്ങൾ കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലേ? ഇതൊരു വെറൈറ്റി പരിപാടിയില്ലേ? ഈ ലൈവ് ഇന്റർവ്യൂ അല്ല, ഇത് നൈസ് പരിപാടില്ല. കാരണം സ്പോട്ടില് ഈ ചാറ്റില്, അതായത് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്നും മുന്നേ പ്രിപ്പയർ ചെയ്തതല്ല, സ്പോട്ടിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നത്. നല്ല പരിപാടിയാണ്. അപ്പൊ ചോദ്യം, ഫേവറേറ്റ് ക്യാരക്ടർ. വൈ ഡിഡ് യു ചൂസ് ദിസ് മൂവി? ഇതിലെ വേറൊരു ക്യാരക്ടർ ചൂസ് ചെയ്യണമെങ്കിൽ ഏത് ചൂസ് ചെയ്യും? അതാ ചോദിച്ചത്. എനിക്ക് ഭയങ്കര പാഷനാണ് ഇതില്. അപ്പൊ എനിക്ക് ഇനിയുള്ള ക്യാരക്ടർ, എനിക്ക് കുറെ ക്യാരക്ടർ പിടിക്കുന്നതാണ് എന്റെ ആഗ്രഹം. ഐ വോണ്ട് ടു ട്രൈ എക്സ്പ്ലോർ കുറെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. എനിക്ക് ഹീറോ മാത്രമായിട്ട് പിടിക്കാൻ താല്പര്യമില്ല ആക്ച്വലി. എനിക്ക് കുറെ പല ക്യാരക്ടേഴ്സ്, അങ്ങനല്ല, പല ക്യാരക്ടേഴ്സും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കമേഴ്ഷ്യൽ അല്ലാതെ മാത്രമല്ലാതെ വേറെ കുറെ എനിക്ക് പിടിച്ച് കമേഴ്ഷ്യലും പിടിക്കുക, എല്ലാം പിടിച്ച് എക്സ്പ്ലോർ ചെയ്ത് പോകാനുണ്ട്. പിന്നെ പ്രീതിയായിട്ടുള്ള എക്സ്പീരിയൻസ് പറ. പ്രീതിയായിട്ടുള്ള ലവ് സ്റ്റോറി ആണല്ലോ പടം മൊത്തം. അപ്പൊ എങ്ങനെ ആക്റ്റീവ്, എങ്ങനെ ഈ ലവ് സീനല്ല ആക്റ്റീവ്, എങ്ങനെയാ ഇതിന്റെ ഒരു ഇത്? നമ്മൾ ഈ ഐ കോണ്ടാക്ട് വെച്ച് ഇതെല്ലാം പറയണ്ട. അപ്പൊ എങ്ങനെയാ പ്രീതിനെ പോലെ ഒരാളെല്ലാം മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോ എങ്ങനെയാ? ഞാൻ വീണു പോയി. എനിക്ക് പറ്റിയ സെക്കൻഡ് ഡേ ഒക്കെ ഞാൻ വീണു പോയി. അത്രയും, കാരണം വെരി ബ്യൂട്ടിഫുൾ, അടിപൊളി പെരുമാറ്റമാണ്, ഭയങ്കര പേഴ്സൺ, അടിപൊളി ആളാണ്, ബ്യൂട്ടി, നല്ല സ്വഭാവം, നല്ല ടാലന്റ് ആണ്, അടിപൊളി ആർട്ടിസ്റ്റ്. രാവിലെ തിയേറ്ററിൽ ഉണ്ടായിരുന്നോ? എടാ ഞാൻ എന്താ വിചാരിച്ചറിയോ, എന്തായാലും പ്രീതി എന്നോട് പറഞ്ഞാരോ ഫ്രണ്ടിലെ റോലുണ്ട് പോയി ഇത് പരിചയപ്പെടാൻ പറഞ്ഞു. ഞാൻ എന്താ വിചാരിച്ചറിയോ, എന്തായാലും രാത്രി മൂവി ഇന്റർവ്യൂക്ക് വരും. അപ്പൊ എന്റെ റിയാക്ഷൻ അവിടെ കളയണ്ട, ആ ഫസ്റ്റ് ഇന്ററാക്ഷൻ, ആ ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ കളയണ്ട, ലൈവില് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പരിചയപ്പെടാം. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ പോയി പരിചയപ്പെടാൻ ഒന്നിനൊന്നുമില്ല, ഞാൻ കാണുകയും ചെയ്തില്ല, ഞാൻ മുഖം പോലും കണ്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പരിചയപ്പെടുന്നത്. ജസ്റ്റ് മിസ്. ശരിയാക്കാം. മൂവിയുടെ സക്സസ് സെലിബ്രേഷൻ എന്തായാലും സെറ്റ് ചെയ്യാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. മൂവി നല്ലൊരു വിജയം മാറട്ടെ. ക്യാരക്ടർ അർജു
അർജു അടിപൊളിയായിട്ട് ചെയ്തു. അർജു അടിപൊളി. പിന്നെ കുട്ടി നൈസായിട്ട് ചെയ്തു. എനക്ക് മെയിൻ എനക്കെന്തോ പൊതുവെ വില്ലൻ അടിപൊളിയാ. നായകൻ അല്ല, എനിക്ക് പൊതുവെ ഏത് പടം കാണുമ്പോൾ എനിക്ക് കോമഡി ക്യാരക്ടേഴ്സിനെ ഞാൻ ഏറ്റവും ഓർത്ത് വെക്കാം, ഇഷ്ടപ്പെടും. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം. അല്ല, നായകനെല്ലാം അടിപൊളിയാണ്. കാരണം കുട്ടിക്ക് കോമഡി ആയിരുന്നല്ലോ. പിന്നെ ആ മറ്റേ പോലീസുകാര് ഇതാകുന്നല്ല, സ്പോയിലർ ആവല്ലേ. അപ്പം എന്റെ വായിന്ന് പറയാൻ സ്പോയിലർ അധികം ഞാൻ മൂവിനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങളെന്നെ സംസാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABCD മൂവി പ്രൊഡ്യൂസർ ഹിസ് ഡാഡോ? ആരുടെ ഡാഡ്? ശരിക്കും മറ്റേ 2013 എന്താ പുള്ളിന്റെ പേര്? അമേരിക്കൻ ബോൺ കൺഫ്യൂസ്. പുള്ളിന്റെ പേരെന്താ? ഷിബു തമീൻസ്. അബ്രോഡ് ജോൺ അല്ല, അങ്ങനെ എന്തോ പേരല്ലേ? ആണോ? അതെ, എന്താ പേര്? ഷിബു തമീൻസ്. പക്ഷെ അതിവിടെ പറയേണ്ട കാര്യമില്ല, ഇത് മെയിൻ പേർക്ക് ഡിസ്കഷൻ അല്ലേ, അതങ്ങനെ പോട്ടെ. പ്രൊഡ്യൂസറിന്റെ പോരാ ഡിസ്ട്രിബ്യൂഷൻ. അതെ ആണോ? അതെ. ഓ റിച്ച് കിഡ്. നമ്മള് വിചാരിച്ച പോലെ അല്ല, ആള് റിച്ച് കിഡില്ല. നമ്മള് പല സിറ്റുവേഷനിൽ വന്ന് റിച്ചായി, മറുപടിയും അന്ത സിറ്റുവേഷനിൽ റിച്ചായി. നമ്മള് അങ്ങനെയാണ് വർക്ക് ചെയ്ത് റിച്ചായ ആൾക്കാരാണ്. അത് റിച്ച് ചെയ്യുന്ന ആൾക്കാരല്ല, വർക്ക് ചെയ്ത് റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഹീറോ സിംപ്ലിസിറ്റി ഹാർട്ട് ഇട്ടിട്ടുണ്ട്. കാണിക്കാൻ വേണ്ടിയല്ല, സ്ക്രിപ്റ്റ് കേട്ടപ്പോ ആദ്യം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ മെയിൻ കാര്യം പറ. സ്ക്രിപ്റ്റ് കേട്ടപ്പോ അതാ ചോദ്യം, ഓഡിയൻസ് ചോദ്യം. Hero is so humble, you deserve more heights. This attitude, all are so down to earth, very positive gang എന്ന് പറയുന്നുണ്ട്. Oh my god. ആ സ്ക്രിപ്റ്റിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പടത്തില് അച്ഛനോട് പറഞ്ഞ എനിക്കൊരു റോള് പിന്നെ സെറ്റാക്കാം. എന്ത് അല്ല, ഇത് പ്രൊഡ്യൂസറിന്റെ മോനാ നിങ്ങൾക്ക് അറിയായിരുന്നോ? അതറിയായിരുന്നോ? അതിന്റെ എനിക്ക് അങ്ങനെ പ്രൊമോഷന്റെ ആവശ്യമില്ല ബ്രോ. അല്ല, അത് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. അത് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത്. എനിക്കത് കാരണം ഞാൻ എന്റെ പരിപാടി ചെയ്തോണ്ടിരിക്കും. അതെ. കാരണം നമ്മളൊരിക്കലും നിങ്ങൾ ആ മൂവിയില് നിങ്ങളെ പെർഫോമൻസ് ഉണ്ട് ഞാനിപ്പോ അറിയുന്നത്. നിങ്ങൾ പ്രൊഡ്യൂസറിന്റെ അത് ഞാൻ അറിയുന്നത്, മനസ്സിലാവും. അല്ല, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് അതിൽ പെർഫോമൻസ് ഉണ്ട്, നിങ്ങൾ ആക്ടിങ് ആയിട്ടാണ്, മനസ്സിലാവും. അപ്പം എനിവേസ് സ്ട്രോങ്സ്റ്റ് ലെസൺ യു ടുക്ക് അവേ ഫ്രം വർക്കിംഗ് വിത്ത് ദിസ് ഡയറക്ടർ ആരായിരുന്നു? ഞാൻ ചോദിക്കാം. പുതിയ ആളാണോ? മുന്നേ മൂവി ചെയ്തിട്ടുള്ള ആണോ? ഫസ്റ്റ് മൂവി അല്ലേ, നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ഇത് മാത്രമല്ല, ഒരുപാട് നാളത്തെ ഒരു പ്രയത്നം കൊണ്ടാണ് ടീമിന്റെ. എത്രയായപ്പോ ഇത് പടം ഓണായിട്ട്? കഴിഞ്ഞ വർഷം തുടങ്ങിയത്. വില്ലന്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്ന അറിയുന്നുണ്ട്. നല്ല മൊത്തത്തില് നമ്മുടെ തന്നെ ഇങ്ങനെയൊന്നല്ല ചങ്ങായിന്റെ സൗണ്ടും ഇങ്ങനെയല്ല, ആറ്റിറ്റ്യൂഡും ഇങ്ങനെയല്ല, മൂവിയിൽ ഇങ്ങനെയൊന്നല്ല. അതായത് ഒരു മൊട്ട ഫുൾ ടാറ്റു, കണ്ണിൽ ഇങ്ങനെ മറ്റേ നീലയോ ചോപ്പോ എന്തോ ഒരു കണ്ണ് പുള്ളിങ്ങനെ മറ്റേ വെനം മോഡായിരുന്നു ആള്. ഇവിടെ വന്നിട്ട് ഇരിക്കുന്നതൊക്കെ ഒരു എല്ലിനെ പോലെ. പറഞ്ഞോ. അടിപൊളിയായിരുന്നു. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാനും എല്ലാം. അപ്പം അടിപൊളിയായിട്ട് ചെയ്ത ഒരു മൂവി ആയിരുന്നു. താങ്ക് യു. എല്ലാരും പോയി മൂവി കാണുക, എല്ലാരും സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ആരാ പറയുന്നത്? ഈ പുതിയ ഇവൻ 3 മാസം കൂടുമ്പോ ഒരു സെന്റൻസ് സംസാരിക്കാം. എന്നിട്ട് അവൻ പറയുന്നത് ആള് ഭയങ്കര സൈലന്റ് ആണെന്നല്ലേ Elon Musk official donated 100 rupees super chat. I need 3 people from India to work at my SpaceX working site. Do you have any special engineering experience? Salary 1 crore for 3 months. പിങ്കി മോള് ഭയങ്കര തെറിവിളിയാണല്ലോ. പിങ്കി മോള് അതവിടെ OOMB എന്നൊക്കെ പറയുന്നു. പിങ്കി മോള് ഞാൻ കണ്ടില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനെ എന്തിനാണെന്ന് അറിയില്ല. പിങ്കി മോള് കാരണം എനക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു കാണട്ടെ, വേറൊരു കഥ ഉണ്ട് ഗൈസ്.
അതായത് മമ്മൂന്റെ കോൺട്രവേഴ്സി ആയ ഇന്റർവ്യൂ ഇല്ലേ, ആ ഇന്റർവ്യൂല് എനിക്ക് അറിയാം മമ്മൂന്റെ വായിന്ന് എന്തെങ്കിലും തീട്ടിത്തരം വരുമെന്ന് അറിയുന്നോണ്ടല്ലേ ഞാനിത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ ഇന്റർവ്യൂ നടക്കുമ്പോ ഞാൻ ഇതിന്റെ ബാക്കിൽ നിന്നിട്ട് ക്യാമറന്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, മമ്മു എന്താ പറയാൻ പോകുന്നത് എല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഒരു ഇന്റർവ്യൂ തുടങ്ങിയ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ മുത്തു കയറി വന്നു. മുത്തുവിടെ നമ്മൾ ആ മറ്റേ പുതിയ സോങ്ങിന്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്കാ വിളിച്ചത്. അപ്പൊ മുത്ത് കയറി വന്നിട്ട് മുത്ത് പറഞ്ഞ എടാ പുറത്തുനിന്ന് സംസാരിക്കാം, കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് പുറത്തേക്ക് മാറി, 5 അല്ല ഒരു 15 മിനിറ്റ് അല്ല, ഒരു 15 മിനിറ്റ് ഞാൻ പുറത്തേക്ക് മാറിയത്. ഞാൻ തിരിച്ചു കയറി ആ ഇന്റർവ്യൂ നോർമലി നടക്കുന്നു, കഴിഞ്ഞു തിരിച്ചു പോയി. ഇന്റർവ്യൂവിന്റെ ഔട്ട് വന്ന് ഈ പ്രശ്നം വരുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നു, ഞാൻ ഇത് കാണുന്നു. മമ്മു പറയുന്ന സമയം ഞാൻ പുറത്തായിരുന്നു, ഞാൻ ഇവരായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇവൻ കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ആ ക്യാമറ അങ്ങ് ചവിട്ടി പൊട്ടിക്കൂല, അല്ലെങ്കിൽ ഞാൻ അത് പറയാം കട്ടയുടെ നാറികളെന്ന് ഞാൻ പറയായിരുന്നു. ഇത് ഞാൻ കേട്ടില്ല, അതാണ് പ്രശ്നമായി പോയത്. അപ്പൊ മൊത്തം ലെറ്റ് ദം ടോക്ക്. ഞാൻ കുറെ സംസാരിക്കുന്നുണ്ടല്ലേ, റിയലി സോറി. അങ്ങനല്ല ഞാൻ പറയുന്നത് വെച്ചാല് ഇത് അതൊക്കെ എന്താ സ്ട്രീം ചെയ്യുമ്പോ ഞാൻ പൊതുവെ ഇങ്ങനെയല്ല, റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെയല്ല. നിങ്ങളിപ്പോ ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇത് ലൈവില് ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് ശീലായിപ്പോ. സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയതാണ്. നിങ്ങൾക്ക് സ്പേസ് തരാൻ നിൽക്കുന്നല്ലോ. ഓക്കെ അർജുൻ എടാ വീഡിയോ കോളേ, ഹലോ എടാ മൊത്തം വീഡിയോ കോളെയോ? ഒരു സെക്കൻഡാ വീഡിയോ ഓൺ ആക്കോട്ടോ. അയ്യോ ക്യാമറ ഓണാക്കാൻ പറ്റില്ല, എന്നെ കാണോ? നിനക്ക് എന്നെ കാണോ? ആണോ? ഓക്കെ. അപ്പൊ എനിവേസ് എടാ നല്ല അടിപൊളി സിനിമ, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നിന്റെ കോമഡി സംഭവം പൊളിച്ച് എന്തായാലും നീ തള്ളൊന്നും വേണ്ട, നിന്റെ സംഭവം എനിക്കറിയാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഊക്കൊന്നും മേടിച്ചിട്ടാണ് നീ വരാണ്ടെന്ന്. നിന്നൊരു ദിവസം കയ്യിൽ കിട്ടും. എടാ പിന്നെ നീ ഫസ്റ്റ് പോയത് അല്ലല്ലോ, സെക്കൻഡ് അല്ലേ? ഫസ്റ്റ് പോയി. അപ്പൊ ഞാൻ കൊറേ മുന്നേ ഇവന്റെ ഏതോ പോസ്റ്റർ ഉണ്ട്, ഇതിന്റെ പോസ്റ്റർ ആയിരുന്നു അല്ലേ? ഓ ഇത് കൊറേ ആയാലും ഇത് തുടങ്ങിയിട്ട് ഷൂട്ടിങ്. രാവിലെ നീലപ്പറയന്മാരായിട്ട് ചെറിയ കശവിശ അതിലും വിട്. പിന്നെ അപ്പൊ ഓൾ ദ ബെസ്റ്റ്. കാണാം. Make all these introverts dance and make it win. Show. ജൂൺ പോയ ജൂലൈ, നീ പോയ ജൂലി, ഓ മോശം ആലേശം സന്തോഷം. ലവ് പോയാ പോയി, വേണ്ടല്ലോ താലി, ലവലേശം ഒരു ക്ലേശം, ഇത് ക്ലീശേ. കല്ലി വല്ലി കോല തന പിന ടീക്ക മൊത്തം നേരം കൂസ. ഐ എം ലവ്ലി ഡി സൂസ, കണ്ണോ ചിമ്മ മേല കുരുക്കാനൊക്ക നൂല. നീളെ കുനിയ വയ്യ നാടാകെ അസൂയ. ഷേ ഷോ ആലക്കലോകലിക ഊലികലുകലിക ആലക്കലോകലികലുകലുകല ആലക്കലോകലിക ഊലികലുകലിക ആലക്കലോകലികലുകലുകല. ഓ വെട്ടി വീണ പൊട്ടിയാണ് ബാം വെട്ടിയിട്ടടുപ്പിലിട്ടിരിക്കാൻ 8:30 ரொம்ப நல்ல கல்ட்டிதான் பூம்பும் பந்தி கேடு பந்திலான் ஒடுக்கம் மேந்தலோ மோந்தலோ ராந்தலோ. प्यारी मेरी बारी अत्तम बत्तम ज्योति राधी तीराधी परव्याधी. आई 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 नल्ला मेल्ला माई गदेड़ो अत्ताड़म करिवाड़ो. ओगे चला आगे मेरा. ജൂൺ പോയ ജൂലൈ, നീ പോയ ജൂലി, ഓ മോശം ആലേശം സന്തോഷം. ലവ് പോയാ പോയി, വേണ്ടല്ലോ താലി, ലവലേശം ഒരു ക്ലേശം, ഇത് ക്ലീശേ. ആലക്കലോകലിക ഊലികലുകലിക ആലക്കലോകലികലുകലുകല ആലക്കലോകലിക ഊലികലുകലിക ആലക്കലോകലികലുകലുകല.
വിത്ത് കരോക്കെ പാടാൻ പറഞ്ഞ വിത്ത് കരോക്കെ വേറെ ഏതെങ്കിലും ഒരു സോങ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒരു ബിഗ് ക്ഷമിക്കണേ അലയായി താരും നീ അരികിൽ തീരും ഞാൻ മായാത്ത ദൂരത്തായി ഭൂവിത്തായി നീ തീരാത്ത രൂപത്താലെ സൂറത്തായി നീ ഇതിലെ ഇലക്കൊഴിയേ തൊണ്ട പോകുന്നില്ലേ തൊണ്ട പോകുന്നത് സോറി മതിയോ കുഴപ്പമില്ല. ദുബായ് നദി പോലൊഴുകും മിഴിയരികെ മഴയായഴലും മഴയും പ്രണയവുമേ പ്രിയമായ കഥാരുലയും. വോയിസ് വയ്യാത്തോണ്ടാ അതല്ല ഡബ്ല്യു വോയിസ് നിന്റെ അയ്യോ നിന്റെ വോയിസിനെ കുറിച്ചാ പറയുന്നത്. Guys, W song bro, W song. Hot Pepe, Pepe no liga. Pepe number എന്നല്ലേ ഉണ്ട്, കമ്പനി ഉണ്ട്, പെപ്പേന്റെ കമ്പനി ഉണ്ട്. ഇത് എന്നെ വിളിക്കാം. എന്നിലാദ്യമായി വന്നൊരീ തന്നലീണത്തിലായി നീ നാരികാനായി വരി വീഞ്ഞു പോലെ നീ വന്നൊരീ രാത്രിയിൽ മിന്നലായി വാനായി മായാവനി മോഹമായി നീ ചൊല്ലിതെന്തുമായ നീ മായ ലോകവേന്തി വന്ന് നിന്ന് മുന്നിലായി നീ ചേർന്ന് വന്നിരി മല്ലയോരമായി നീ തീരാത്ത രൂപത്താലെ സൂറത്തായി നീ ഇലകൊഴിയേ തണലായരികെ എല്ലാരും വിച്ച് സോങ് സോങ്ങിന്റെ പേര് വയ്ക്കുന്ന എല്ലാവരും ബാക്ക് മുത്ത അവിടെ മൈക്ക് ഉണ്ടോ സോങ്ങിന്റെ പേര് പറഞ്ഞെടുക്ക്. ഇലകൊഴിയ എന്ന സോങ്ങിന്റെ പേര് മുത്ത W സോങ്. എല്ലാരും പോയിട്ട് കേട്ട് നോക്ക്. ബ്രോ സിനിമ കണ്ടു അടിപൊളിയായിട്ടുണ്ട്. കുട്ടി ബ്രോ അടിപൊളിയാണ് കേട്ടാ. തൊപ്പി ബ്രോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. W സോങ്. ഓ നിങ്ങളൊക്കെ കഴിച്ചോ മുത്തേ W വോയിസ് എന്ന് പറയുന്നുണ്ട്. ഈ പടത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ അത്യാവശ്യം സീന് വില്ലന്റെ സീനോ വില്ലന്റെ ഇൻട്രോ സീന് മുത്തേ വില്ലന്റെ ഇൻട്രോ സീൻ ഒരു സിഗരറ്റ് വലിച്ച് ഒരു വരവുണ്ട് മോനെ. അത് W അല്ല ഹീറോ മോശമൊന്നുമല്ല ഹീറോന്റെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറ്റേ ഞാൻ പടം തുടങ്ങിയ ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ട് ഒരു 40 മിനിറ്റ്സ് ആയിട്ടാണ് ഞാൻ പടത്തിന് കയറുന്നത്. അപ്പം ഹീറോന്റെ ഇൻട്രോവും കാര്യങ്ങളും ഒന്നും ഞാൻ കണ്ടില്ല. ഫസ്റ്റത്തെ മൊത്തം ഇൻട്രൊഡക്ഷനും എല്ലാം എനിക്ക് മിസ്സായി. മനസ്സിലായി. ഫസ്റ്റ് ഒന്നും ഞാൻ കണ്ടില്ല. പകുതി മുതലേ പടം കാണുന്നത്. അപ്പം ഹീറോന്റെ കണ്ടില്ല. ഒന്നുകൂടി കാണുവാണെങ്കിൽ അഭിപ്രായം പറയാം. എല്ലാവർക്കും അറിയാലോ നന്നായിട്ട്. മതി ഞാൻ ഭയങ്കര ഈഗോ തന്നെയാണ്. ഞാനത് തന്നെയാണ്. എടാ ഓൻ റിയലാണ്. ആള് റിയലാ. അല്ല ഒന്നുമില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ല പറഞ്ഞാൽ എന്റെ ലൈവിൽ വെച്ച് തെറി വിളിക്കാൻ നീ അങ്ങനെ കുഴപ്പമില്ലാന്ന് പറയല്. എടാ നമ്മളിവിടെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നമ്മളത്രയും തെറിയൊന്നും നമുക്ക് ആർക്കും അറിയാത്തതല്ല. നമ്മളിവിടെ എല്ലാ അക്ഷരവാലിയും വെച്ച് തെറി വിളിക്കാൻ എല്ലാവർക്കും അറിയാം. മനസ്സിലാവും.
ഞാൻ ഇവിടെ ഫാമിലി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ട ഇവിടെ ടിവിയിലെല്ലാം ആൾക്കാർ വെച്ച് കണ്ടോട്ടെ ചോദിച്ചിട്ടാണ് ഞാൻ തെറിയതല്ലേ ഇതാക്കുന്നത്. പിന്നെ നീ ഇവിടെ വെച്ച് തെറി പറഞ്ഞത് അത് മോശം. അതൊരു സോറി എന്തായാലും നീ പറയണം. അത് നീ ഒരു സോറി പറയണം. അല്ല അതൊരു സോറി പറയണം. അത് അങ്ങനെ കാഷ്വലായിട്ട് പറയുന്ന കളിയാ. അത് ഇങ്ങനെ വരുന്നതല്ലേ വരുന്നത്. അത് തെറിയായിട്ട് പറഞ്ഞല്ല. എടാ നമ്മള് കഷ്ടപ്പെട്ട് തെറി നമ്മളെ വായുന്നല്ല അത്രയും തെറി ഓരോ 10 സെക്കൻഡിലും വരുന്നതാ. അത്രയും മൈൻഡിൽ ഓരോ തെറികൾ ഓരോ 10. ഇപ്പൊ തന്നെ എന്റെ വായിൽ വരുന്നത് അങ്ങനത്തെ സാധനങ്ങളാ. മനസ്സിലാവും? എന്റെ തലയിൽ വരുന്ന അങ്ങനത്തെ സാധനങ്ങളാ. അത് ഞാൻ പുറത്തു വിടുന്നുണ്ടോ? ഇല്ല. അത് വ്യൂവേഴ്സിനുള്ള റെസ്പെക്റ്റാ. മനസ്സിലാവും? അവര് ടി വിയിൽ ഇതിലെല്ലാം ഫാമിലിയിലായിട്ട് ഇരുന്ന് കാണുന്നതാ. മനസ്സിലാവും? അപ്പം വോളിയം കൂട്ടി വെക്കുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചിട്ട് നമ്മൾ അങ്ങനെ പറയാത്ത. പിന്നെ ബ്രോ അത് എല്ലായി ബ്രോ അതല്ലേ ആ ഒറ്റ കാര്യം. അത് ശരിയാ കാഷ്വലായിട്ട് പറയാം. ഇപ്പൊ ലൈവ് അല്ലായിരുന്നെങ്കിൽ ഓഫ് ക്യാമറ ഞാൻ ഇപ്പൊ ഈ ലൈവ് നമ്മൾ രണ്ടാൾ അങ്ങനെ പറയുമല്ലോ. അല്ല ഞാൻ ക്യാമറ എന്നുള്ള ഒറ്റ അല്ലല്ല ക്യാമറന്റെ POV മാത്രമേ പറയില്ല. അല്ലാണ്ട് നമ്മളൊന്നും നല്ലതല്ല. ഞാൻ ഇപ്പൊ ഈ പ്രൊമോഷൻ അല്ലല്ല ഈ പ്രൊമോഷൻ കഴിഞ്ഞ് നമ്മള് പുറത്ത് പബ്ലിക്കില് നമ്മൾ ആ ഒരു പരിപാടി ഈ പ്രൊമോഷൻ കഴിഞ്ഞ് നമ്മള് പുറത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നു. സിഗരറ്റ് വലിച്ചോണ്ടാ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. ഭയങ്കര കംഫർട്ടബിൾ ആയി പോയി. സോറി പബ്ലിക്കിന് മറന്നുപോയി ഒരു പോയിന്റ്. അതാണ് അറിയാതെ അയ്യോ ഉറക്കം വരുന്ന സ്ക്രിപ്റ്റ് പ്രൊമോഷനുള്ള സ്ക്രിപ്റ്റ്. എന്നാ പിന്നെ കുറച്ചുകൂടി തോൽപ്പിച്ചാലോ? സേ സോറി അല്ല എന്നോട് പറയണ്ട, വ്യൂവേഴ്സിനോട് ഒരു സോറി പറയണം. അത് നിന്റെ വായന അറിയാണ്ട് സ്ലിപ്പ് ആയത്. ആ ഒരു സോറി പറയണം. വൺ വേർഡ് സോറി. Anyways, guys, तो and मैंने प्यार किया cast and crew. അപ്പൊ താങ്ക് യു എല്ലാരും പോയി കാണണം. മേനെ പ്യാർ കിയ. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ഫോർ ടൈം ബ്രോ. വില്ലൻ എന്തല്ല പേരൊന്നും പറയാം. അഭിമന്യു. താങ്ക് യു. അപ്പം താങ്ക് യു ഗൈസ്. കാണാം. See you. മനസ്സിലായോ? ഒരു വില ഉണ്ടായിരുന്നില്ലേ? JSK കണ്ടില്ല. താങ്ക് യു. ഏത് വീഡിയോ? ഹീറോ സാഡ് എടാ ഇല്ല ഞാൻ ഓക്കെ ആക്കി. അത് ഞാൻ ഓക്കെ ആക്കി. സോറി ഞാനോട് പറയാൻ മറന്നുപോയി. ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓക്കെ കാണാം. ഹീറോ സാഡ് എടാ ഞാൻ ഓക്കെ ആക്കി. മനസ്സിലായി? ഞാൻ കെട്ടിപ്പൊടിച്ച ചെറിയൊരു ഓന്റെ വായെന്ന് അറിയാണ്ട് വന്നോയതാ. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളെ സ്ട്രീമിൽ അങ്ങനത്തെ ഇത് വന്നാ നിനക്ക് മനസ്സിലായി?